ഇവനൊരു ലൈഫ് ഉള്ളതാണ്, ഇവക്കൊരു ലൈഫ് ഉള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ. പറയട്ടെ, എന്റെ ബെഡിൽ വന്ന് കിടന്നാൽ നന്നായിട്ട് ഇവരെ ബെഡിലുള്ളത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. കാണിക്കാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾ എന്താണ് ഈ കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ? പുള്ളിക്കാരുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അവിടെ രണ്ടുപേരും എന്തോ കത്തിക്കൂത്ത് നടത്തിയതാണ് കാണാൻ സംസാരം. പക്ഷെ എന്താണ് ഈ കാണിക്കാൻ പാടില്ലാത്തത്? പെണ്ണ് ചെക്കൻ അടുത്ത് വന്നിരുന്ന എന്താണ് ചെയ്യുന്നത്? ഉമ്മ കൊടുക്കും, കിസ് ചെയ്യും. ആര്യനും ജിസയിലും പറയുന്ന അവർ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ആക്ട് സംഭവിച്ചിട്ടേ ഇല്ലെന്നാണ്. പക്ഷെ അനുമോൾ അധികം ഉറച്ചു നിൽക്കുവാണ്, അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിലിപ്പോൾ എന്താണ് തെറ്റ്? അവർക്ക് രണ്ട് പ്രശ്നമില്ലെങ്കിൽ അനുമോൾക്ക് എന്താണ് പ്രശ്നം? അനുമോൾ ഇത് കാണണം, ഞങ്ങൾ കിസ് അടിക്കുന്നത് കാണണം എന്ന് വിചാരിച്ച് കാണിച്ചു കൊടുത്തതാണോ? അല്ല, ഈ വല്ലോന്റെ പുതപ്പിനടി നടക്കുന്ന സാധനം ഉറക്കൊളച്ചിരുന്ന് നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. പക്ഷെ ഭയങ്കര ചീപ്പായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഇതൊരു തരം സദാചാരമാണ്. അതായത് രണ്ടുപേര് അവിടെ നിന്ന് എന്ത് തുടങ്ങി ചെയ്തോട്ടെ, അതിന് ഇത്രയും വറീഡ് ആവാൻ കാരണം എന്താണ് അനുമോള്? അതായത് അനുമോള് പറയുന്നത് പുറത്ത് ആര്യനും ജിസേലിനും ഒരു ലൈഫ് ഉള്ളതാണ്, അതാണെങ്കിൽ ലൈക്ക് കുളമാവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തിനാണ് പുള്ളിക്കാരി ഇത്രയും വറീഡ് ആവുന്നത്? അവർക്ക് ബോധമില്ല. ആർക്ക്? ആര്യനും ജിസേലിനും. ജിസേൽ എന്ന് പറയുമ്പോൾ ജിസേൽ ഓൾറെഡി ഹിന്ദി ബിഗ് ബോസിൽ മത്സരിച്ചൊരു വ്യക്തിയാണ്. പുള്ളിക്കാരിക്ക് അറിയാം എവിടൊക്കെയാണ് ക്യാമറ, എങ്ങനെയൊക്കെയാണ് ഇത് പുറത്ത് പോകുന്നത് എന്നൊക്കെ പുള്ളിക്കാരി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഒരാളുടെ മുന്നിൽ എന്തിനാണ് ഇത്രയും വറീഡ് ആവുന്നത്? പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതാണെങ്കിൽ സംസാരിച്ച് തീർക്കേണ്ടതായിട്ടൊരു സംഭവമാണ്. അത് ജിസേലും അല്ലെങ്കിൽ ആര്യനൊക്കെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് കുറച്ച് പേരും കൂടെ ലൈക്ക് സംസാരിച്ച് തീർക്കേണ്ട ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. പക്ഷേ ഇത് ഇത്ര ഊതി വിറിപ്പിച്ച് വലിയൊരു സംഭവമാക്കി ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടെ കാണിക്കാൻ കാരണം വൈൽഡ് കാർഡ് തന്നെയാണ്. കാണിക്കാൻ പറ്റുമോ? കാരണം നമ്മുടെ ബിഗ് ബോസിൽ ഒരു വൈൽഡ് കാർഡ് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ബോംബ് പൊട്ടിച്ചില്ലെങ്കിൽ വൈൽഡ് കാർഡിനെ നമ്മൾ ഒരു വേസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇപ്പം വൈൽഡ് കാർഡായിട്ട് കയറിയ ജിഷിനോ അല്ലെങ്കിൽ മസ്താനി അവരൊക്കെ ഇപ്പോൾ പ്രൗഡ് ആവുന്നുണ്ടാവും. കാരണം കരയാത്ത ആരെയും കരഞ്ഞു, ജിസയിൽ ബ്രേക്ക് ഡൗൺ ആയി, അതേപോലെ റെന ബ്രേക്ക് ഡൗൺ ആയി, അങ്ങനെ കുറേ ആൾക്കാർ ഇതുമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് കാരണം ലൈക്ക് ഇവരാണെന്ന് അറിയുമ്പോൾ സ്വയം പ്രൗഡാണ്. അപ്പം പിന്നെ ഇത്രയും ചെറിയൊരു പ്രശ്നം ഇത്രയും വലിയ ഊതി വീർപ്പിച്ചതിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ വൈൽഡ് കാർഡ് തന്നെയാണ്. പിന്നെ എന്തോ അനുമോളുടെ അമ്മയ്ക്ക് വിളിച്ച കാര്യം ഓൾറെഡി പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ പറ്റിയ അവസരം വന്നപ്പോഴത്തേക്കും അനുമോളും എടുത്തിട്ടു അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് വൈൽഡ് കാർഡ് എൻട്രീസ് ശ്രമിച്ചു. അങ്ങനെയാണ് ഇത് ഇത്രയും വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറിയത്. പിന്നെ എല്ലാവരും ബിഗ് ബോസിൽ പറയുന്ന വേറൊരു കാര്യമാണ്, അതായത് മലയാളി പ്രേക്ഷകർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന്. ആക്ച്വലി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, മലയാളി പ്രേക്ഷകർക്ക് പല കാര്യങ്ങളും ഇഷ്ടക്കേടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറി. മനസ്സിലായോ? അതെന്ന് വെച്ചാൽ ഇപ്പം സീസൺ 1 നോക്കുവാണെങ്കിൽ ആ പെണ്ണുങ്ങളും ആണുങ്ങളും വേറെ സ്ഥലത്ത് കിടക്കണം. അതായത് ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു വേർതിരിവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീസൺ ആയ സമയത്ത് ചെറിയൊരു അതിർവരമ്പായി, പെണ്ണുങ്ങൾ ആണുങ്ങൾ ഇപ്പുറത്ത് കിടക്കണം. പിന്നെ അങ്ങനില്ല. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിരിക്കുവാണ്. അപ്പം ഇപ്പം ഈ ഒരു കിസ്സിങ്ങിൻ്റെ സംഭവം എടുത്താൽ പോലും ചിലപ്പം ഒട്ടുമിക്ക മലയാളികൾ ഇത് നോർമലൈസ് ചെയ്യും. സോ മലയാളികളുടെ കാര്യം നോക്കണം, നിങ്ങൾ നല്ല രീതിയിൽ ഗെയിമും കളിച്ചാൽ മതി. ഈ ഒരു സംഭവത്തെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.